ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് 3 ലൈൻസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിൻ്റെ പേര് മുകളിലായിട്ട് എഴുതി കൊടുക്കാം. 6 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഫെദർ സ്റ്റിച്ച് നമുക്ക് 3 മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ഓരോ മെത്തേഡിൽ ചെയ്യുമ്പോഴും വളരെ ചെറിയ മാറ്റം മാത്രമേ വരുന്നുള്ളൂ. ഇത് ബേസിക് മെത്തേഡാണിത്. ഈ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻട്രൽ ലൈനിൽ നിന്നാണ്. നീഡിൽ നമുക്ക് സെൻട്രൽ ലൈനിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരാം. അതിനുശേഷം സ്റ്റിച്ച് കൊടുക്കുന്നത് താഴത്തെ ലൈനിലാണ്. താഴത്തെ ലൈനിന് ഇതുപോലെ സെൻട്രൽ ലൈനിലേക്ക് നീഡിൽ കൊണ്ടുവരാം. അതിനുശേഷം പതുക്കെ നീഡിൽ വലിച്ചു കൊടുക്കാം. ഉടക്കൊന്നും വീഴാതെ പതുക്കെ വേണം വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴത്തെ ലൈനിലൊരു സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ടത് മുകളിലത്തെ ലൈനിലാണ്. കുറച്ച് സ്പേസ് കൊടുത്തിട്ട് വേണം മുകളിലത്തെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മുകളിലത്തെ ലൈനിന് ഒരിത്തിരി സ്പേസ് കൊടുത്തിട്ട് സെൻട്രൽ ലൈനിലേക്ക് നീഡിൽ കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ത്രെഡ് നീഡിലിൻ്റെ താഴ്വശത്തൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. ത്രെഡ് എടുക്കുമ്പോൾ ഒത്തിരി ലെങ്ത്തിൽ എടുക്കാതിരിക്കുക. ഒത്തിരി ലെങ്ത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉടക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഇതിപ്പം മുകളിലത്തെ ലൈനിൽ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴത്തെ ലൈനിലോട്ടാണ്. അടുത്ത സ്റ്റിച്ച് വരേണ്ടത് മുകളിലത്തെ ലൈനിലാണ്. അപ്പം മുകളിലത്തെ ലൈനിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് നീഡിൽ സെൻട്രൽ ലൈനിലേക്ക് കൊണ്ടുവരാം. ബാലൻസ് വരുന്ന ത്രെഡ് എപ്പോഴും നീഡിലിൻ്റെ താഴ്വശത്ത് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യം മാത്രം ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ സ്റ്റിച്ച് ബോർഡിൽ ലൈന് മാർക്ക് ചെയ്ത് അത്രയും ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫെദർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 6 ലെയറിൽ തന്നെ ത്രെഡ് എടുക്കുക. ഈ 3 മെത്തേഡിൽ ചെയ്യുന്ന സമയത്തും 6 ലെയറിൽ തന്നെയാണ് ത്രെഡ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ മോട്ടീവ്സിൽ ചെയ്യുന്ന സമയത്ത് 6 ലെയറിൽ എടുത്താൽ മതിയാവും. സ്റ്റിച്ചുകൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല നീറ്റിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ബോർഡിലായാലും അതുപോലെ തന്നെ മോട്ടീവ്സിലായാലും. മോട്ടീവ്സിലെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ഡ്രസ്സിലോട്ട് ചെയ്യുന്ന സമയത്ത് അതേ പെർഫെക്ഷൻ കിട്ടുള്ളൂ. നമ്മൾ ഈ സ്റ്റിച്ചുകൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് രംഗോലിയുടെയൊക്കെ ത്രെഡ് യൂസ് ചെയ്താൽ മതിയാവും. അതേസമയം ഡ്രസ്സിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആങ്കറിൻ്റെ ത്രെഡോ സിൽക്ക് ത്രെഡോ യൂസ് ചെയ്യാം. ഈ ഒരു ത്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്യുന്ന സമയത്ത് കളർ ഇളകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഈ ഹാൻഡ് എംബ്രോയ്ഡറിയെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഫെദർ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് മെത്തേഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മെത്തേഡും തേർഡ് മെത്തേഡും അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.